നമസ്കാരം. ഉപനിഷത്ത് സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തും. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവേശിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കൂ. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡ് ആയി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്ക് എടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിന്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, ആ കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കും. എല്ലാവരെയും ഹാർദമായി വീണ്ടും ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഛാന്തോക്യ ഉപനിഷത്ത് 4-ാം അധ്യായത്തിലെ 9-ാമത്തെ ഖണ്ഡമാണ് ഇനി വായിക്കാൻ പോകുന്നത്. പ്രായ ആചാര്യകുലം തമാചാര്യോഭ്യുവാദ സത്യകാമ ഉ ഇതി ഭഗവ ഇതിഹ പ്രതിശുശ്രാവ പ്രാപ ആചാര്യാകുലം തമാചാര്യോഭിവാദ സത്യകാമ ഉ ഇതി ഭഗവ ഇതിഹ പ്രതിശുശ്രാവ. അതിനുശേഷം അവൻ ആചാര്യന്റെ വീട്ടിൽ പോയി. ആചാര്യൻ പറഞ്ഞു, സത്യകാമ ഗുരു അവൻ പറഞ്ഞു, ബ്രഹ്മവിദിവ വൈ സൗമ്യ ഭാസി കോനു ത്വാനുശാസ്യേത്യനോ മനുഷ്യേഭ്യ ഇതി യഹ പ്രതിജജ്ഞേ ഭഗവാൻസേവ മേ കാമം ബ്രൂയാത്. നീ ശരിക്കും ബ്രഹ്മജ്ഞാനിയെ പോലെ തിളങ്ങുന്നു. നിനക്ക് ആരാണ് ശിക്ഷണം നൽകിയത്? ശ്രുതം ഹേവ മേ ഭഗവത് ദൃശേഭ്യ ആചാര്യേവ വിദ്യാവിദിതാ സാധിഷ്ടം പ്രാപയതൈതി തസ്മൈ ഹൈതദേവോ ചാത്രഹ ന കിഞ്ചന വിയായേതി വിയാതേതി വിയാതേതി വിയായേതി. മനുഷ്യരല്ലാത്തവർ അവൻ സമ്മതിച്ചു. പക്ഷേ അങ്ങ് തന്നെ എനിക്ക് പറഞ്ഞു തരൂ, കാരണം ഞാൻ അങ്ങയെ പോലെ ഉള്ളവരിൽ നിന്നും ആണ് കേട്ടത്. ഗുരുവിൽ നിന്നും പഠിച്ചതാണ് ഈ ലക്ഷ്യത്തിൽ എത്തിക്കുക. അദ്ദേഹത്തോട് അവൻ അവതരിപ്പിച്ചു. ഒന്നും തന്നെ ഒഴിവാക്കാതെ അവൻ അത് അവതരിപ്പിച്ചു. നമ്മൾ ജീവിതത്തിൽ യാത്ര ചെയ്യുമ്പോൾ ജീവിതാനുഭവങ്ങൾ നമ്മൾ അതിലൂടെ കടന്നു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മനസ്സ് ഏത് ഡയറക്ഷനിലേക്കാണ് പോകുന്നത് എന്നുള്ളതാണ്. ഈ ലോകത്തിലുള്ള എല്ലാവരും ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. അത് നല്ലതാണ് ചീത്തയാണ് എന്ന് നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. നമ്മളാണ് അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഒരാൾക്ക് നല്ലത് വേറൊരാൾക്ക് നല്ലതാവണമെന്നില്ല. ഈ സമയത്ത് നല്ലത് വേറൊരു സമയത്ത് നല്ലതാവണം എന്നില്ല. അപ്പോൾ ഒരേ
എക്സ്പീരിയൻസ് നമ്മൾക്ക് ലഭിക്കുമ്പോൾ നമ്മൾ അതിൽ നിന്നും അറിവ് ഉൾക്കൊള്ളുക, അതും പ്രപഞ്ചത്തിന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് കൂടുതൽ കൂടുതൽ അത് സ്വീകരിക്കാൻ തയ്യാറാവുക. അടുത്ത പ്രാവശ്യം ആ അനുഭവം വരുമ്പോൾ നമ്മൾ അതിൽ തളരാതെയോ അല്ലെങ്കിൽ എക്സ്റ്റസിയിൽ പോവാതെയോ ഇരിക്കുക. അതിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ലക്ഷ്യം മറക്കാതെ മുന്നോട്ട് പോകുക. നമ്മളിപ്പോൾ ഒരു ട്രെയിൻ യാത്ര നടത്തുകയാണെങ്കിൽ ചിലത് നമുക്ക് വളരെ ഇഷ്ടമുള്ള സീനറി ഉണ്ടായി, അത് മാത്രം ആലോചിച്ചുകൊണ്ടിരുന്ന ചിലപ്പോൾ ലക്ഷ്യത്തെക്കുറിച്ച് തന്നെ വിസ്മരിച്ചു എന്ന് വരാം. സ്കൂളിലേക്ക് പോകുന്ന കുട്ടി ചിലപ്പോൾ വഴിയിൽ കളി കാണുമ്പോൾ അവിടെ നോക്കി നിൽക്കുക, അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്ന കുട്ടി ക്രിക്കറ്റ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുക. സന്തോഷം നൽകുന്നതാണ്. എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും. പലരും പറയാറുണ്ട് സന്തോഷം നൽകുന്നത് പെർമനന്റ് ആയിട്ട് സന്തോഷമാണ്. അപ്പൊ അങ്ങനെ ഒരു ഫിലോസഫി ഉണ്ട്. എനിക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യണം എന്നുള്ളതാണ്. ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുക. എനിക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, നല്ലത് തന്നെയാണ്. പക്ഷേ അത് എന്നെ ആ പ്രശ്നത്തിലേക്ക്, ആ എക്സ്പീരിയൻസിലേക്കാണോ കണക്ട് ചെയ്തത്, അതോ എന്നെ മനസ്സിനെ ഉയർത്തുകയാണോ? എന്റെ ക്രിയേറ്റീവ് ടാലന്റ് ഉയർത്തുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരിക്കലും ആ എക്സ്പീരിയൻസ് നമ്മൾ വീണു പോവില്ല. അത് പഠിച്ചു കഴിഞ്ഞു, പെട്ടെന്ന് അവിടുന്ന് മാറി, ജോലി മാറ്റിക്കളഞ്ഞു, എനിക്കിനി അനുഭവം ഉണ്ടാവുന്നില്ല എന്ന് അതോടുകൂടിയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് എനിക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് ഡിപ്രസ്ഡ് ആവുകയാണെങ്കിൽ നമ്മൾ പഠിച്ചില്ല എന്ന് അതിൻ്റെ അർത്ഥം. ശരിക്കും അറിഞ്ഞ ഒരാള് സിറ്റുവേഷൻ മാറുമ്പോഴും തന്റെ ക്രിയേറ്റീവ് ടാലന്റ് എക്സ്പ്രസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നല്ല ഒരു സദസ്സിൽ പാട്ട് പാടാൻ അവസരം കിട്ടിയെന്ന് വരിക, നല്ല പാടി നല്ല കയ്യടിയൊക്കെ കിട്ടി, പിന്നെ അങ്ങനെ ഒരു അവസരമേ കിട്ടുന്നില്ല, അങ്ങനെ ഉണ്ടാവാം, അങ്ങനെ ഒരു സാധ്യത തന്നെ ഉണ്ടാവില്ല. അപ്പൊ അതോട് കിട്ടി ചോദിച്ചാൽ എനിക്കൊരു അങ്ങനെ ഒരു അവസരം കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് ഡിപ്രസ് ആയിട്ട് എനിക്ക് ആവശ്യമില്ല. നമുക്ക് നമ്മുടെ ടാലന്റിനെ വർദ്ധിപ്പിക്കാൻ നമുക്ക് സ്വയം ചെയ്യാമല്ലോ. എന്റെ പേഴ്സണൽ അനുഭവം പറയാം. വലിയൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതിന് ശേഷം അവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ എക്യുപ്മെന്റ്സും ഉണ്ട്. അതിനുശേഷം ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു സൗകര്യമില്ല. ഞാൻ പഠിച്ച കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനേ പറ്റുന്നില്ല. 5-6 കൊല്ലം വളരെയധികം ബുദ്ധിമുട്ടി. അപ്പോ അത് ചെയ്യാനായിട്ട് വേറെ സ്ഥാപനങ്ങളിൽ പോവുക, പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കിട്ടുന്ന പേഷ്യൻസ്, വരുന്ന പേഷ്യൻസ് അത് നമ്മുടെ ഗുരുക്കന്മാരാണ്. ഞാനിപ്പോഴും ആ കാലത്തെല്ലാം വന്നിട്ടുള്ള പേഷ്യൻസ് അത്രയധികം ബഹുമാനിക്കുന്നു. കാരണം അവരാണ് എന്നെ ആ സ്റ്റെപ്പ് തരണം ചെയ്യാൻ സഹായിച്ചത്. ഗുരുക്കന്മാരാണ്. അവർ വന്നിരുന്നില്ലായിരുന്നെങ്കിൽ ടാലന്റേ നഷ്ടപ്പെട്ടു. പിന്നെ സ്ഥാപനം വലുതാവുന്നു, നമ്പർ ഓഫ് പേഷ്യൻസ് കൂടുന്നു. അത് വരുമ്പോൾ എക്സ്പ്രസീവ് ടാലന്റ് എന്താണ്? ഈ കാലത്ത് ഉണ്ടായിട്ടുള്ള ടാലന്റാണ്. അപ്പൊ നമ്മൾക്ക് പുറമേ ഉണ്ടാവുന്ന അനുഭവങ്ങളിൽ തളരാൻ പാടില്ല എന്നുള്ളത് വളരെ തളരാനും പാടില്ല, അതിൽ അറ്റാച്ച്ഡ് ആയിട്ട് ഗോൾ വിസ്മരിക്കാനും പാടില്ല. കാരണം ഇത് മാറും, പുറമേയുള്ള സംഭവങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ സത്യകാമൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എപ്പോഴും ലക്ഷ്യത്തെ മറന്നില്ല എന്നുള്ളതാണ് പ്രധാനം. ഞാൻ പഠിച്ചതെല്ലാം ഗുരുക്കന്മാരിൽ നിന്ന് തന്നെയാണ് സത്യകാമൻ പറയുന്നത്. അങ്ങ് തന്നെയാണ് എനിക്കതെല്ലാം പറഞ്ഞു തന്നത്. ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക, അതാണ് പ്രധാനം. ലക്ഷ്യം വിസ്മരിക്കാതെ. എന്തിനാണ് സത്യകാമൻ ഗുരുവിന്റെ അടുത്തേക്ക് ചെന്നത്? എന്താണ് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യം എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സത്യകാമൻ ആദ്യം തന്നെ സത്യം അവതരിപ്പിച്ചു. എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, അച്ഛൻ ആരാണെന്ന് അറിയില്ല, അവരൊരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ പോലെ ഒരു ലേഡിയാണ്. അപ്പൊ ഗുരുനാഥൻ സ്വീകരിക്കാണ്. കാരണം സത്യസന്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് സത്യകാമൻ. ആ സത്യസന്ധതയും സിൻസിയറിറ്റിയാണ് അവനെ മുൻപിലേക്ക് നയിച്ചത്. സത്യസന്ധത, സിൻസിയറിറ്റി, ഗുരുവിലുള്ള വിശ്വാസം, ഫെയ്ത്ത്, ഗുരു പറഞ്ഞത് അനുസരിക്കുക, ഒബീഡിയൻസ്. അങ്ങനെ ക്രമേണ ക്രമേണ അറിവ് ലഭിച്ചു. ഹൃദയമണ്ഡലം കടന്നു, ബ്രഹ്മാണ്ട മണ്ഡലം, പരബ്രഹ്മാണ്ട മണ്ഡലം എല്ലാം കിടക്കുകയാണ്. അതാണ് ഗുരു ചോദിക്കുന്നത്, നീന്റെ മുഖം തെളിഞ്ഞിരിക്കുന്നു, ഞാൻ എവിടുന്ന് അതൊക്കെ പഠിച്ചത് പുറത്തുനിന്നല്ല, ഉള്ളിൽ നിന്നുമുള്ള ആ ഒരു പ്രചോദനമാണ്. അതാണ് സഹജമാർഗ അഭ്യാസികളായിട്ടുള്ള നമ്മൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം. സ്പിരിച്വൽ സീക്കേഴ്സ്, നമ്മുടെ പ്രചോദനം ഉള്ളിൽ നിന്നാണ്. നമുക്ക് മാസ്റ്റർ വഴി കാണിച്ചു തരുന്നു. മാസ്റ്റർ അനുഭവിച്ച അനുഭവങ്ങളായിരിക്കില്ല നമ്മൾ അനുഭവിക്കുന്നത്. മാസ്റ്റർ പല ഡയറക്ഷൻസ് തരുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ നമ്മളെ ഷെയർ ചെയ്യുന്നു. അതൊന്ന് പഠിച്ചിട്ട് മാസ്റ്റർ എങ്ങനെയാണ് ഡയറക്ഷനിൽ
മുന്നോട്ട് പോയത് എന്ന് മനസ്സിലാക്കി നമ്മളും അതുപോലെ തന്നെ ചെയ്യണം. നമ്മൾ മാസ്റ്ററെ നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യണം. നമ്മുടെ മാസ്റ്ററായുള്ള ദാജിയെ നമ്മുടെ ജീവിതത്തിൽ എക്സ്പ്രസ് ചെയ്യാം. എവിടെയാണോ അവിടെ മാസ്റ്ററെ റെപ്ലിക്കേറ്റ് ചെയ്യുക സ്വഭാവത്തിൽ, പുറമേയുള്ള മാനിഫെസ്റ്റേഷൻസിലല്ല. പുറമേയുള്ള മാനിഫെസ്റ്റേഷൻ മാറുന്നു. നേരത്തെ പറഞ്ഞ പോലെ ചിലപ്പോൾ വലിയ സ്ഥാപനമായിരിക്കും, ചിലപ്പോൾ ചെറിയ സ്ഥാപനമായിരിക്കാം, അത് പ്രശ്നമല്ല. പക്ഷെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്താണ്, അതാണ് ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന സ്നേഹമാണ് ഞാൻ മനസ്സിലാക്കുക. അപ്പൊ അങ്ങനെ എൻ്റെ ജീവിതം തിളക്കമാർന്നു വരുന്നു. എൻ്റെ മനസ്സിന് താഴേക്കുള്ള ടെൻഡൻസീസ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരാളെ എവിടെ കൊണ്ടിട്ടാലും പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അതാണ് മാസ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് ഈ തരത്തിലുള്ള ട്രെയിനിങ് വരാനായിട്ട് എവിടെയും പോകേണ്ട കാര്യമില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലം നമുക്ക് വളരെ ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെങ്കിൽ നമ്മുടെ മാസ്റ്റേഴ്സ് പറഞ്ഞ് വിട്ടു നിൽക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആശ്രമങ്ങളിൽ അല്ലെങ്കിൽ സൈലൻസിൽ പോയിരിക്കുക. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന, നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ജീവിതം നമ്മൾ ഏറ്റെടുക്കുക. ലളിതമായിട്ട് ജീവിതം ഏറ്റെടുക്കുക. നമ്മളെ മനസ്സിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഏരിയാസിലേക്ക് നമുക്ക് പോകാണ്ടിരിക്കുക. ആ ട്രെയിനിങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി എവിടെയും വേണമെങ്കിൽ പോകാൻ സാധിക്കും. അപ്പൊ ട്രെയിനിങ് പീരീഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ മെഡിറ്റേഷൻ റൂം വേണം എന്ന് പറയുന്നത്, സെക്ലൂഡഡ് ആയിട്ട് സ്ഥലത്തിരിക്കണം, സമയത്ത് എണീക്കണം എന്നൊക്കെ പറയുന്നതുകൊണ്ട്. അപ്പൊ അതിന് നമുക്ക് പറ്റുന്ന, നമ്മുടെ ശരീരഘടനയ്ക്ക്, നമ്മുടെ ടാലന്റിന് പറ്റുന്ന ഒരു ജീവിതം നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളോട് സത്യസന്ധത കാണിക്കണം. വേറൊരാൾ ചെയ്ത പോലെ നമ്മൾ പുറമെ ചെയ്യാൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വീണ് പോവുകയുള്ളൂ. അതുപോലെ ആവാൻ സാധിക്കില്ല. എൻ്റെ അച്ഛൻ പറയും, ആന വലിയ വലിയ പിണ്ടം ഇടുന്നത് കണ്ടിട്ട് മൊയല് ശ്രമിച്ചിട്ട് കാര്യമില്ല എന്ന് പറയും. ഓരോരുത്തർക്കും അവരവരുടെ രീതിയുണ്ട്, അവരവരുടെ. അപ്പൊ നമ്മൾ നമ്മളെ തിരിച്ചറിയണം. അതിനായിട്ട് നമ്മൾ സ്വയം മനസ്സിലാക്കണം. സ്വാധ്യായം എന്നാണ് സ്വാധ്യായം എന്ന്. അതുകൊണ്ട് ഡയറി റൈറ്റിംഗ് ചെയ്യേണ്ടത്, സൈലന്റ് ആയിട്ട് ഇൻട്രോസ്പെക്ട് ചെയ്യണം. എനിക്കിത് നല്ലതാണ്, എൻ്റെ മനസ്സിനെ ഉയർത്താൻ എനിക്ക് താങ്ങാൻ പറ്റുന്ന കാര്യമാണ്. അപ്പൊ അത് മനസ്സിലാക്കി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇതാണ് ചാന്തോക്യ ഉപനിഷത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാവുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.